വർക്കല വന്നാൽ ആർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്തുകൊണ്ട് നമുക്കതൊരു അന്നദാനം കൂടെ ചെറിയ രീതിയിൽ അന്നദാനം കൂടെ ആക്കി നടത്തിക്കൂടാ? സുകേഷ് തമ്പി അദ്ദേഹത്തിൻ്റെ പിന്നെ നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടുതരാൻ അന്നദാനം മഹാദാനം എന്ന കാര്യം നമസ്കാരം ഒരു ചൊല്ലുണ്ട്. അതായത് വർക്കല വന്നാൽ ആർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് വാസ്തവമാണ്. കാരണം വർക്കല വന്ന് ആഹാരം കഴിക്കാതെ നമ്മൾ ശിവഗിരി പോയി കഴിഞ്ഞാൽ നല്ല ഊണ് ഉച്ചയ്ക്ക് ഫ്രീ ആണ്. അതിന് രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അത് മാത്രമല്ല മണ്ഡലകാലമായ പിന്നെ ഒട്ടും പേടിക്കണ്ട. 2022 മുതൽ ഇവിടെ ഗുരുമന്ദിര സമിതി നടത്തുന്ന അന്നദാനമുണ്ട്. അത് 41 ദിവസവും 3 നേരം നല്ല ഭക്ഷണം. അതായത് രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, രാത്രി അതേപോലെ അതുമായി ബന്ധപ്പെട്ട കഞ്ഞിയോ മറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എത്ര പേര് വന്നാലും കഴിക്കാൻ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, ആഹാര സാധനങ്ങളുമുണ്ട്. അങ്ങനെ ഒരു വിശേഷം പങ്കുവയ്ക്കുകയാണ് സ്പെയിനസ് ബിച്ചോട്ട്. അത് 2022 മുതലാണ് ഇങ്ങനെ തുടങ്ങിയത് അല്ലേ? 2017 മുതലാണ് നമ്മൾ ചെറുതായിട്ട് തുറക്കാൻ വെച്ചത്. അന്ന് ആ സമയത്ത് നമുക്ക് പിന്നെ ഇത്രയും വലിയ സാമ്പത്തികം ചിലവാക്കാൻ നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടും ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ചെറിയ രീതിയിൽ അന്നദാനമായിട്ടല്ല, ചെറിയ ശിവഗിരി തീർത്ഥാടകർക്ക്, കാൽനടയായ നമ്മുടെ പദയാത്രികർക്ക് അല്പം ക്ഷീണമാക്കിയിട്ട് പോകാനുള്ള സൗകര്യം, ചായ, വെള്ളം, പഴംപൊരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാൻ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി പോയപ്പോഴേ കോവിഡ് സമയമായി. കോവിഡ് കഴിഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് നമുക്കതൊരു അന്നദാനം കൂടെ ചെറിയ രീതിയിൽ അന്നദാനം കൂടെ ആക്കി നടത്തിക്കൂടാ? അപ്പോൾ 29 ഡിസംബർ 29 നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ വാർഷികമാണ്. 30 തീർത്ഥാടനം, 31, 1 അങ്ങനെ 4 ദിവസം ഞങ്ങൾ അന്നദാനം ചെയ്യണമെന്നൊരാഗ്രഹത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഡൽഹിയിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. VPVP ടെക്നോ കൺസ്ട്രക്ഷൻ ആണ് പേര്. അങ്ങനെ ഞാൻ എൻ്റെ ചെയർമാനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ട്, ദൈവികമായ കാര്യമാണ്, അതിനെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്ര ബഡ്ജറ്റാകും? അന്ന് ചെറിയ ബഡ്ജറ്റ് മതിയായിരുന്നു. ഇത്രയും സാധനങ്ങൾക്ക് ഇത്രയും വിലയില്ല. 3,50,000 രൂപ. നല്ലല്ല, 3 ദിവസം 4 ദിവസം തീർത്ഥാടനമല്ലേ. 41 ആദ്യമായിട്ടാണ്. അങ്ങനെ അദ്ദേഹം 3,50,000 രൂപ അദ്ദേഹം തരികയും 3,49,000 ചില്ലറ രൂപ ചിലവാകുകയും ആ 3 ദിവസം കൊണ്ട് നാട്ടുകാർക്കും ഇവിടുത്തെ നമ്മുടെ സംഘാടകർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ തീർത്ഥാടന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അവരെ 3-4 ദിവസം ഇവരുടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം മൊത്തം നമ്മൾ ഈ പന്തൽ കേട്ട് അന്നദാനം കൊടുക്കുമ്പോൾ ഇവരെ കച്ചവടത്തിനെ ബാധിക്കും. അവർക്കൊന്നും പ്രശ്നമില്ല. സുകേഷ് തമ്പി അദ്ദേഹത്തിൻ്റെ പിന്നെ നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താനായിട്ട് വിട്ടുതരാൻ സൗകര്യമായത്. ഒരുപക്ഷേ ഗുരുദേവൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹം അത് ചെയ്തു തന്നായിരിക്കാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കമ്പനി അങ്ങനെ 4 ദിവസത്തെ അന്നദാനം കൊടുക്കാൻ സമ്മതിച്ചു. പൈസ തന്നു. അടുത്ത വർഷം ഞങ്ങൾ ചോദിച്ചു, തമ്പിയാണ് ചോദിച്ചത്, ചെയർമാനടുത്ത് ചോദിച്ചു, സാറേ അടുത്ത വർഷം ഉണ്ടോ അന്നദാനം? അതിനെന്താ അടുത്ത വർഷം ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കെല്ലാം കുറച്ചുകൂടെ നല്ല രീതിയിൽ നടത്തണം. അങ്ങനെ അടുത്ത പ്രാവശ്യം അത് 5 ലക്ഷത്തി ചില്ലറയാകണ്ടായെന്ന് തോന്നുന്നു ഇവിടുത്തെ ചിലവ് 4 ദിവസത്തെ. അത് കമ്പനി സ്പോൺസർ ചെയ്തു. അതിൻ്റെ അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കമ്പനി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇതുവരെ ഇരുത്തി ഞങ്ങൾ ഇലയിട്ട് തന്നെ, മറ്റേ പേപ്പർ ഇലയാണ് നമ്മൾ വിരിച്ചുകൊണ്ട്, ഇലയിട്ട് സദ്യയായിട്ട് 11 അല്ലേ, എത്ര കറിയാണ്? കിച്ചൻ്റെ ചാർജാണ്, രവിയാണ് കിച്ചൻ്റെ ചാർജ്. 9 കൂട്ടുകറി, 5 ഒഴിക്കാൻ പൈസ. അങ്ങനെ വലിയ രീതിയിൽ നടത്താനുള്ള സാമ്പത്തിക സഹായവും പിന്നെ നമ്മുടെ ഗുരുമന്ദിര സമിതിയുണ്ട്, ഞങ്ങളുണ്ട്. എല്ലാവരും നമ്മളെ കൊണ്ടാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പോരാത്തത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വർഷം 24-25 തീർത്ഥാടനം കഴിഞ്ഞപ്പോഴേ ചെയർമാൻ പറഞ്ഞു, നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നദാനം നടത്താം. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അന്നദാനം നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പൂജയിലും ദൈവവിശ്വാസമുണ്ട്. ഒരു ബ്രാഹ്മണനാണ്, വളരെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പൂജ കൂടെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പൂജ കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ബന്ധപ്പെട്ട് ഞാനൊരു തന്ത്രിയുമായിട്ട് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് നമ്മുടെ താന്ത്രികമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. സുനിൽ ശാന്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വർഷത്തെ തീർത്ഥാടന ഭാഗമായുള്ള അന്നദാനം തുടങ്ങി, ഇന്നലെ മുതൽ തുടങ്ങിയല്ലേ? അല്ല, ഇത് തീർത്ഥാടനം. ഇത് ഇപ്പം നടക്കുന്ന ഇന്നലെ മുതൽ തുടങ്ങിയത് 41 വിളക്ക് വൃശ്ചിക മണ്ഡലകാലത്ത് തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനമാണ്, അതല്ലെന്നാണ് ഉദ്ദേശിച്ചത്. മണ്ഡലകാലമാണ്. അങ്ങനെ ശബരിമല തീർത്ഥാടനമായിട്ട് തുടങ്ങി. ഇത് അവസാനിക്കുന്നത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അവസാന ദിവസമായ 1-ാം തീയതി വരേക്കും ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ജനുവരി 1-ാം തീയതി ചെയർമാനെ കൊണ്ടായിരുന്നു ഇവിടെ, ഇന്നാണ് പോയത്. നമ്മുടെ കമ്പനിയുടെ ഏതായാലും എന്താ പറയുക, അനുകരിക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായ ഒരു സംരംഭമാണ്. കാരണം തീർത്ഥാടന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ പാദത്തിലേക്ക് വിലയമർപ്പിക്കേണ്ട ഒരു സമയമാണ് തീർത്ഥാടന കാലഘട്ടം. അത് മുസ്ലിമിൻ്റെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യൻ്റെ ആയാലും ആ ഒരു തീർത്ഥാടന കാലഘട്ടം എല്ലാവർക്കും ഉണ്ട്.
അപ്പോൾ ദൈവചിന്ത മാത്രമായിരിക്കണം മനസ്സിൽ. അത് മാത്രമല്ല, തീർത്ഥാടനം ആ ഒരു കാര്യങ്ങൾ എടുക്കുന്നേക്കാൾ ഉപരിയാണ് ഒരു വലിയ കാര്യം അന്നദാനം, മഹാദാനം എന്ന കാര്യം. ലോകത്തെ ഏറ്റവും വലിയ ദാനമാണ് അന്നദാനം. വിശന്നിരിക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മലയാളം സൈനിങ് ഓഫ്.